ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി, BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ വണ്ടി ഓടിച്ചു നോക്കി, വേറെ കംപ്ലൈൻ്റ് ഒന്നും പ്രത്യക്ഷമൊന്നും തോന്നില്ല. ടയറിനകത്ത് എയർ കുറവായിട്ട് കാണുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ടയറിൽ തീരെ എയർ കുറവുണ്ട്. സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൽഫ് സ്റ്റാർട്ട് ആവാനായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും കാണിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അങ്ങോട്ടേക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറൊക്കെ കിടക്കണേ. നമുക്ക് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ബാക്കിലത്തെ ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുക, ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. നിലവിൽ കമ്പനി ഫിൽറ്ററിന് കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. വലിയ കാര്യമായിട്ടുള്ള പൊടിയൊന്നും പറയാനില്ല. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് CVT ക്ലച്ചാണ് വരാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് പോകണമാണ് വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നേരടിച്ചുള്ള പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ആക്കാം. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളറൊക്കെ ആയാലും നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. വേറെ കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കമ്പനി ബെൽറ്റ് കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ഡാമേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് CVT ക്ലച്ച് ജനറൽ സർവീസിൽ ആഡ് ചെയ്ത് കൂട്ടിയത്തിൽ അഴിക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ CVT ക്ലച്ച് ശരിക്കും പറഞ്ഞാൽ ബെൽറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഓയിൽ കാര്യങ്ങളില്ല. മാനുവലായിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ഗ്രീസിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഭാഗം നമ്മൾ ജനറൽ സർവീസിൽ എല്ലാ സർവീസിലും ജനറലായിട്ടുള്ള എല്ലാ സർവീസുകളും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭാഗത്തൊന്നും വേറെ യാതൊരു അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് കൂട്ടത്തിൽ കൂടെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ എല്ലാ ജോയിൻറ്റുകളൊക്കെ നമ്മൾ ഓയിൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്യാം. പിന്നെ അതിൻ്റെ സ്വിച്ചുകൾ, ഇൻഡിക്കേറ്റർ, സ്വിച്ച്, ഹോണ്, സ്റ്റാർട്ടിങ് സ്വിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല. നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. കാര്യം നമ്മൾ കഴിഞ്ഞ ഡിസംബറിലാണ് വണ്ടി വർക്കിന് കയറിയാണ് ജനറൽ സർവീസായിട്ട് ചെയ്തത്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഓയിൽ ചേഞ്ചിൻ്റെ ഒരു കിലോമീറ്റർ ആയിട്ടില്ല. 1000 കിലോമീറ്റർ മുകളിൽ ഓടാനുണ്ട് ഇനി. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പുതിയ പ്ലഗാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. നമുക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്കിൻ്റെ കേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ടയറിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ ഒരല്പം തേമാനം കൂടുതലുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ടയർ എയർ കുറഞ്ഞ് ഓടാനായിട്ട് ഇടവരരുത്. കാരണം അങ്ങനെ വരുന്നത് ടയറിൻ്റെ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കും കേട്ടോ. പ്രത്യേകിച്ച് ട്യൂബ്ലെസ് മോഡലാകുമ്പോൾ ഒരു കാരണവശാലും എയർ പ്രഷർ ചെക്ക് ചെയ്യാതെ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് വിടണം കേട്ടോ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 80Z4 മോഡൽ 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് വന്നത്. അപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 12.6 റേഞ്ചിന് വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ. ബാറ്ററി നമ്മളൊന്ന് ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം സെൽഫ് എടുക്കുമ്പോൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കും. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് ബാറ്ററി വോൾട്ട് എത്രയിലാണ് നിൽക്കണമെന്നാണ് നമ്മൾ ലോഡ് ടെസ്റ്റ് വഴി നമ്മൾ നോക്കുമ്പോൾ കൊടുക്കണം കേട്ടോ. അതിനകത്ത് 8.5 8.5 താഴേക്ക് പോയ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. 9-9.5 പെർഫെക്റ്റ് ആണ്. നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.3 വരെ വന്നിട്ടുണ്ട് കേട്ടോ. ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കംപ്ലയിൻസിലേക്ക് വരും. അപ്പോൾ ആരംഭമാണ്. ഇപ്പം അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട. നമുക്ക് തൽക്കാലം പരമാവധി ഉപയോഗിക്കാം. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ സ്റ്റാൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നുള്ളൂ. ആക്സിലേറ്റർ കൊടുക്കാണ്ട് കിക്കർ അടിച്ച വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. വേറെ പ്രോബ്ലം ഒന്നുമില്ല. എന്നിരുത്തി പെട്ടെന്ന് കംപ്ലയിൻറ്റ് കാണിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കണ്ടീഷൻ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അതായത് ജനറൽ സർവീസ് വരുന്നുണ്ട്, വാട്ടർ സർവീസ് വരുന്നുണ്ട്. പിന്നെ വേറെ അഡീഷണൽ എന്നിട്ട് എന്തെങ്കിലും പാർട്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചേക്കാം. എന്തായാലും നമുക്കൊരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കും എടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.